എങ്ങനെയാണ് മെമ്മറി കീപ്പ് ചെയ്യേണ്ടത്? പഠിച്ചു തീർത്ത കാര്യങ്ങളൊക്കെ നീറ്റ് എക്സാമിനേഷന് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിലാണ് ഇതെല്ലാം സൂക്ഷിക്കേണ്ടത്. ഈ ബ്രെയിനിലേക്ക് എല്ലാ ഡേറ്റയും നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിന് 5 സെൻസറി റോഡുകളാണുള്ളത്. ഈ 5 റോഡുകളെ വിളിക്കുന്നതാണ് 5 സെൻസ് ഓർഗൻസ്. കണ്ണുകൾ, ചെവി, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിന്ന്. ഈ 5 സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ അറിയുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. ഇനി അത് ബ്രെയിനിൽ എത്തിച്ചാൽ നമ്മൾ എന്ത് ഡേറ്റയും ബ്രെയിനിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു സെൻസറി മെമ്മറിയിലേക്കാണ് ആദ്യം ചെല്ലുക. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും, ഈ സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്ന ഡേറ്റയെ നമ്മൾ പെർമനന്റ് മെമ്മറിയിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ എക്സാമിനേഷന് വേണ്ടി ഇത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സെൻസറി മെമ്മറിയിൽ ചെല്ലുന്ന ഡേറ്റയെ പെർമനന്റ് മെമ്മറിയിലേക്ക് മാറ്റണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ നടക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് വർക്കിംഗ് മെമ്മറി എന്ന് പറയും. നിങ്ങൾ അതിനെ റിവിഷൻ എന്ന് വിളിക്കും. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആൽഫയിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല റാങ്കുകളോടെയാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ടോപ്പ് റിസൾട്ടോടെ ഇവിടെ നിന്നും മികച്ച വിജയം നേടി മികച്ച ക്യാമ്പസുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരൊന്നും അതിമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് അതിൽ കുറച്ചു പേർ ജയിക്കുന്ന സിസ്റ്റവുമല്ല. വളരെ കുറച്ചു പേരെ പഠിപ്പിച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർത്തിരിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡാ വേണ്ടത്. ഒരു ടൈം മാനേജ് ചെയ്യാൻ, സ്ട്രെസ് മാനേജ് ചെയ്യാൻ, മെമ്മറിയെ മാനേജ് ചെയ്യാൻ, പ്രസന്റിംഗ് സ്കില്ലിനെ ബെസ്റ്റ് ആക്കാൻ, ഇവിടെ ഒക്കെ നമുക്ക് സ്ട്രാറ്റജി വേണം. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സബ്ജക്റ്റിലുള്ള കെയർ മാത്രമല്ല, നിങ്ങളെ ഒന്ന് കെയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ രീതിയിലും നിങ്ങളെ മികച്ചൊരു വിജയിയാക്കി മാറ്റാൻ ആൽഫയുടെ സിസ്റ്റം നിങ്ങളോടൊപ്പം കൂടെയുണ്ട്.